മഴതോരു മുൻപേ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ വിധിയുടെ ക്രൂരതയിൽ പകച്ചു നിൽക്കുന്ന കൃഷ്ണമോളും അവൾക്ക് താങ്ങും തണലുമായി നിന്ന അലീനയും. കൃഷ്ണമോൾ അതീവ ദുഃഖിതയാണ്. കണ്ണുനീരിൽ കുതിർന്ന മുഖത്തോടെ അവൾ അലീനയെ കെട്ടിപ്പിടിച്ച് കരയുന്നു. സ്വന്തം അമ്മയുടെയും സഹോദരങ്ങളുടെയും ഭാഗത്തു നിന്നുള്ള അവഗണനയും ക്രൂരമായ പെരുമാറ്റവും ആ പെൺകുട്ടിയുടെ മനസ്സിനെ വല്ലാതെ മുറിവേൽപ്പിച്ചിരിക്കുന്നു. എന്നാൽ ആ പ്രതിസന്ധി ഘട്ടത്തിൽ തളരാതെ നിൽക്കുകയാണ് അലീന. അവൾ കൃഷ്ണമോളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ വാത്സല്യത്തോടെ ആശ്വസിപ്പിക്കുന്നു. അലീനയുടെ വാക്കുകളിൽ നിറയെ സ്നേഹവും പക്വതയും ഉണ്ടായിരുന്നു. അലീന പറഞ്ഞു, മോളെ കരയല്ലേ, സാരമില്ല, പോട്ടെ എന്ന് വെക്ക്. മോൾ ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല. ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഓരോരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കുമെന്ന് എനിക്കറിയാം. അതെല്ലാം നേരിടാനും തരണം ചെയ്യാനും തയ്യാറെടുത്തിട്ട് തന്നെയാണ് ഈ അലീന ചേച്ചി ഇവിടെ നിൽക്കുന്നത്. ചേച്ചിയെ കണ്ട് മോളും അതിനു വേണ്ടി തന്നെ മനസ്സിനെ പാകപ്പെടുത്തണം. തുടർന്ന് അലീന കൃഷ്ണമോൾക്ക് നൽകുന്ന ഉപദേശം അവളുടെ വലിയ മനസ്സിനെയാണ് കാണിക്കുന്നത്. സ്വന്തം അമ്മയായ വൈജയന്തി തന്നോട് കുറും ക്രൂരതയാണ് കാണിക്കുന്നതെങ്കിലും കൃഷ്ണമോൾ അമ്മയെ വെറുക്കുന്നത് അലീന ആഗ്രഹിക്കുന്നില്ല. പിന്നെ മോൾ എന്നെ എപ്പോഴും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യണമെന്നില്ല. കാരണം മോളുടെ അമ്മയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതാണ് മോളുടെ ഭാവിക്ക് നല്ലത്. നിന്റെ ചേച്ചിയും ചേട്ടനൊക്കെ അമ്മയുടെ കൂടെയല്ലേ നിൽക്കുന്നത്? അതുപോലെ നീയും അമ്മയുടെ പക്ഷത്തു നിന്ന് തന്നെ സംസാരിക്കണം. നിനക്ക് എന്നോടുള്ള സ്നേഹം എത്രത്തോളം ഉണ്ടെന്ന് ചേച്ചിക്ക് നന്നായിട്ടറിയാം. പക്ഷേ നീ എന്നെ സ്നേഹിക്കുന്നു എന്നറിയുമ്പോൾ നിന്റെ അമ്മക്കത് സഹിക്കാൻ കഴിയില്ല മോളെ. അവർക്കത് വലിയ വിഷമമുണ്ടാക്കും. അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അതുകൊണ്ട് മോളെ സാരമില്ല, എല്ലാം ശരിയാവും. പക്ഷേ അലീനയുടെ ഈ വാക്കുകൾ കേട്ട് സമാധാനിക്കാൻ കൃഷ്ണമോൾ തയ്യാറായിരുന്നില്ല. യാഥാർത്ഥ്യബോധമുള്ള നീതിബോധമുള്ള ഒരു കുട്ടിയാണവൾ. കണ്ണീരിനിടയിലും അവൾ ചേച്ചിയോട് തർക്കിച്ചു. എങ്കിലും യാഥാർത്ഥ്യം എന്താണെന്ന് എല്ലാവരും മനസ്സിലാക്കണമല്ലോ ചേച്ചി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. അലീന ചേച്ചി എനിക്കെൻ്റെ സ്വന്തം ചേച്ചി തന്നെയാണ്. അല്ല, സ്വന്തം ചേച്ചിയേക്കാൾ മുകളിലാണ്. എൻ്റെ അച്ഛൻ പറഞ്ഞതല്ലേ, എൻ്റെ അച്ഛൻ പോലും ചേച്ചിയെ സ്വന്തം മകളായി അംഗീകരിച്ചതല്ലേ. അപ്പോൾ പിന്നെ മകളായ ഞാനും അതുപോലെ തന്നെ അംഗീകരിക്കേണ്ടേ? തുടർന്ന് സ്വന്തം അമ്മയായ വൈജയന്തിയോടുള്ള അമർഷം കൃഷ്ണമോൾ തുറന്നു പറഞ്ഞു. എൻ്റെ അമ്മ എന്താണ് ഇങ്ങനെയെന്ന് എനിക്കെപ്പോഴും മനസ്സിലാവുന്നില്ല. അഹങ്കാരം തലക്കി പിടിച്ചാണ് അമ്മ നടക്കുന്നത്. സത്യം പറഞ്ഞ അമ്മ ഇപ്പോൾ ഒരമ്മയെപ്പോലെ എന്നല്ല ജീവിക്കുന്നത്. ചെറുപ്പത്തിൽ പോലും അമ്മ ഞങ്ങളെ വല്ലാതെ ഒന്നും സ്നേഹിച്ചിട്ടോ ലാളിച്ചിട്ടോ ഒന്നുമില്ല. എൻ്റെ ഓർമ്മകളിൽ ഒരു 4 വയസ്സുവരെയൊക്കെ മാത്രമേ അമ്മയുടെ ലാളന എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ബാക്കി സമയമെല്ലാം ഈ വീട്ടിൽ വഴക്കും ബഹളവും മാത്രമായിരുന്നു. അന്ന് അച്ഛൻ എല്ലാം സഹിച്ച് ക്ഷമിച്ച് ഒതുങ്ങിപ്പോയതുകൊണ്ടാണ് ഇവിടെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതായത്. എന്നാൽ ഇപ്പോൾ അച്ഛൻ ഉറച്ച തീരുമാനത്തിലാണ്. ഉറച്ച നിലപാടുകൾ എടുക്കാൻ തുടങ്ങിയപ്പോൾ കണ്ടില്ലേ ഈ വീടിൻ്റെ അവസ്ഥ. പ്രശ്നങ്ങളൊക്കെ വഷളായി. അതല്ലാതെ അലീന ചേച്ചി ഈ വീട്ടിലേക്ക് കാലെടുത്ത് വെച്ചതുകൊണ്ടൊന്നുമല്ല പ്രശ്നങ്ങളുണ്ടായത്. അച്ഛൻ എന്ന് അമ്മയ്ക്കെതിരെ സംസാരിക്കാൻ തുടങ്ങിയോ അന്ന് തുടങ്ങിയതാണ് ഈ പ്രശ്നങ്ങളൊക്കെ. കൃഷ്ണമോള് വികാരധീരരായി സംസാരിച്ചു. അപ്പോഴും അലീന അവളെ ശാന്തയാക്കാൻ ശ്രമിച്ചു. എല്ലാം വിധിയുടെ ഓരോ കളികളാണ് മോളെ. ചേച്ചിക്ക് ചുറ്റും എന്തുമാത്രം സമ്മർദ്ദങ്ങളുണ്ടെന്നറിയാമോ? പക്ഷേ ഞാൻ അതൊന്നും തന്നെ കാര്യമാക്കുന്നില്ല. ഈ ചെവിയിലൂടെ കേട്ടിട്ട് മറ്റേ ചെവിയിലൂടെ അങ്ങ് കളയുന്നു. എനിക്കിവിടെ സപ്പോർട്ടായിട്ട് നീയും അച്ഛനും, അതായത് നമ്മുടെ അച്ഛൻ ബാലചന്ദ്രൻ സാറും ഉണ്ടല്ലോ. അലീന ബാലചന്ദ്രൻ സാർ എന്ന് വിളിക്കുന്നത് കേട്ട് കൃഷ്ണമോൾ തിരുത്തുന്നു. ചേച്ചി സാറെന്നൊന്നും വിളിക്കണ്ട, അച്ഛ എന്ന് തന്നെ വിളിച്ചാൽ മതി. ചേച്ചി അങ്ങനെ വിളിക്കുന്നത് കേൾക്കാനാണ് അച്ഛനിഷ്ടം. അമ്മയും ബബിത ചേച്ചിയും രോഹിതേട്ടനും എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. എനിക്കെൻ്റെ അലീന ചേച്ചി തകർന്നു പോകരുത് എന്ന് മാത്രമേ ഉള്ളൂ. ചേച്ചിയെ തകർക്കാൻ ഞാൻ ആരെയും അനുവദിക്കില്ല. ഇനി മുതൽ ഞാൻ ചേച്ചി ഉണ്ടാക്കുന്ന ഭക്ഷണം മാത്രമേ കഴിക്കൂ. ഏതായാലും ഇതുകൊണ്ടൊരു ഗുണമുണ്ടായി. അമ്മക്കിനി അടുക്കളയിൽ കയറി കഷ്ടപ്പെടേണ്ടല്ലോ. ബബിത ചേച്ചിക്കും രോഹിതേട്ടനും അത് വലിയ ആശ്വാസമായിരിക്കും. കാരണം അവരമ്മയുടെ ഭക്ഷണം സഹിച്ച് കഴിക്കുമായിരുന്നു. കൃഷ്ണമോൾ തമാശ രൂപേണ പറഞ്ഞപ്പോൾ അലീനയുടെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു. ആ സങ്കടത്തിനിടയിലും കൃഷ്ണമോൾ ചേച്ചിയെ ചിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്നത് കമലമ്മയുടെ വീടാണ്. അവിടെ സമാധാനത്തിൻ്റെ ഒരു കണിക പോലുമില്ല. കമലക്ക് ആകെ അസ്വസ്ഥതയാണ്. അതിന് പ്രധാന കാരണം അവിടെ എത്തിയിരിക്കുന്ന മുത്തശ്ശിയാണ്. പ്രായമായ അവശയായ മുത്തശ്ശിയുടെ സാന്നിധ്യം കമലമ്മക്ക് വലിയ ബാധ്യതയായി മാറി. ദാഹിച്ച് വലഞ്ഞ മുത്തശ്ശി കമലയെ വിളിക്കുന്നു. കമലേ, എടി കമലേ, ഒന്നിങ്ങോട്ടേക്ക് വാ. മുത്തശ്ശിയുടെ വിളി കേൾക്കുമ്പോൾ തന്നെ കമലയുടെ മുഖം ചുളിഞ്ഞു. അവൾ ദേഷ്യത്തോടെ പിറുപിറുത്തു. ഈ തള്ളക്കിത് എന്തിൻ്റെ കേടാ? ഇത്രയും ദിവസം ഇവിടെ മനുഷ്യന് കുറച്ച് സമാധാനമെങ്കിലും ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഇവിടെ വന്ന് കയറിയിട്ട് മനുഷ്യന് ഭ്രാന്ത് പിടിപ്പിക്കാനായിട്ട്. അമ്മ എന്തിനാ അവിടെ കിടന്നിങ്ങനെ അലർന്നത്? തൊണ്ട വരണ്ട മുത്തശ്ശി ഒരിറക്ക് വെള്ളത്തിനായി കേഴുന്നു. എടി കുറച്ച് വെള്ളം ഇങ്ങോട്ടേക്ക് താടി, തൊണ്ട വരണ്ടിട്ട് വയ്യ, മുത്തശ്ശി ദയനീയമായി പറഞ്ഞു. എന്നാൽ കമലമ്മയുടെ മറുപടി മനുഷ്യത്വത്തിന് രഹിതമായിരുന്നു. വെള്ളമൊക്കെ കൊണ്ടുവരാം, അവിടെ ജഗ്ഗിൽ വെള്ളം ഇരിപ്പില്ലേ? ജഗ്ഗിൽ വെള്ളമില്ലെന്ന് മുത്തശ്ശി പറയുമ്പോൾ ഇപ്പം തരാമെന്നും പറഞ്ഞുകൊണ്ട് തന്നെ കമല ഒഴിഞ്ഞു മാറി. സ്വന്തം മകളെ വിളിച്ച് വെള്ളം കൊടുക്കാൻ പറയുന്നുണ്ട് എങ്കിലും മുത്തശ്ശിയുടെ ദാഹം മാറ്റാൻ ആരും തന്നെ തയ്യാറായില്ല. ആ വീട്ടിൽ വൃദ്ധയായ ഒരമ്മ അനുഭവിക്കുന്ന അവഗണനയുടെ ആഴം ഇതോടെ തന്നെ മനസ്സിലാവും. മുത്തശ്ശിയുടെ ശല്യം സഹിക്കാനാവാതെ കമല ഭർത്താവായ ശിവേട്ടനെ ഫോൺ വിളിച്ചു.
അസമയത്തുള്ള വിളി കേട്ട് ശിവേട്ടൻ പരിഭ്രമിച്ചു. എന്താടി പതിവില്ലാതെ ഈ നേരത്തൊക്കെ ഒരു വിളിയൊക്കെ? ശിവേട്ടൻ ചോദിക്കുന്ന സമയത്തിന് കമല തൻ്റെ പരാതിക്കെട്ടുകൾ അഴിച്ചു വെച്ചു. എങ്ങനെ വിളിക്കാതിരിക്കും ശിവേട്ട, ഇവിടെ വലിയ പ്രശ്നങ്ങളാണ്. വൈജയന്തിയും ബാലചന്ദ്രനും തമ്മിലുള്ള വഴക്കത്തിന്റെ ദുരിതം അനുഭവിക്കുന്നത് നമ്മളാണ്. ശിവേട്ടന് കാര്യമൊന്നും മനസ്സിലായില്ല. അമ്മയെ അവിടെ കൊണ്ടയാക്കിയതിന് നീ എന്തിനാ ഇങ്ങനെ ബഹളം വെക്കുന്നത്? അത് ബാലചന്ദ്രന്റെ വീടല്ലേ, അമ്മ കുറച്ചു ദിവസം ഇവിടെ നിൽക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടതിന് ശിവേട്ടൻ സമാധാനിപ്പിച്ചു. എന്നാൽ കമലയുടെ യഥാർത്ഥ ഭയം അതൊന്നുമല്ലായിരുന്നു. അവൾ ശിവേട്ടനോട് പറഞ്ഞു, ശിവേട്ടനൊന്നും അറിയില്ല. വൈജയന്തി ഇപ്പോൾ കയറി വന്നിരിക്കുന്നത് എന്തിനാണെന്നറിയോ? അവർക്ക് സ്വത്തിൽ വീതം വേണം പോലും. അവർക്ക് വീതം കൊടുത്തിട്ടില്ലത്രേ. അതുകൊണ്ട് ഈ വീടിന്റെ അവകാശം അവർക്കും കൂടി ഉള്ളതാണെന്ന്. ഇത് കേട്ട ഉടനെ തന്നെ ശിവേട്ടനാകെ ഞെട്ടി. അങ്ങനെ വൈജ പറഞ്ഞോ? ഇതെൻ്റെ അച്ഛനുണ്ടാക്കി തന്ന വീടാണല്ലോ. ഇതിൽ ഞാനല്ലാതെ വേറെ ആർക്കും അവകാശമില്ല. അവർക്ക് വേണ്ട സ്വർണവും പണവും ഒക്കെ കൊടുത്തിട്ടല്ലേ ഇവിടെ നിന്നും വിട്ടത്. ഇനി ഇവിടെ വന്ന് അവകാശം പറയാൻ ആരെയും ഞാൻ അനുവദിക്കില്ല, ശിവേട്ടൻ ദേഷ്യത്തോടെ പറഞ്ഞു. അന്നേരം കമല എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ സംസാരിച്ചു. അതൊക്കെ ശിവേട്ടൻ പറയും. പക്ഷേ നാളെ വൈജയും മകളും കൂടി കെട്ടിയെടുത്ത് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും ശിവേട്ട? ഇത്രയും കാലം കഷ്ടപ്പെട്ടതിന് നമുക്ക് എന്ത് ഫലമാണുള്ളത്? എന്തെങ്കിലും ഒരു തീരുമാനമെടുത്തില്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ വീടിൻ്റെ പടിയിറങ്ങേണ്ടി വരും. കമലമ്മയുടെ വാക്കുകൾ ശിവേട്ടൻ്റെ മനസ്സിലും ഭയം ജനിപ്പിച്ചു. ബാലചന്ദ്രന്റെ കുടുംബ പ്രശ്നങ്ങൾ തങ്ങളുടെ സ്വൈരജീവിതത്തെയും സ്വത്തിനെയും ബാധിക്കുമോ എന്ന ആശങ്ക രണ്ടുപേർക്കും ഉണ്ടായി. പിന്നീട് കാണിക്കുന്നത് ഹൃദയസ്പർശിയായ ഒരു രംഗമാണ്. ബാലചന്ദ്രൻ തൻ്റെ മകൾ അലീനയ്ക്ക് ചോറുവാരി കൊടുക്കുന്ന രംഗം. പ്രേക്ഷകരുടെ പോലും കണ്ണ് നിറയിപ്പിക്കുന്ന ഒരു രംഗമായിരുന്നു അത്. അലീന ഭക്ഷണം കഴിക്കാനായി വരുമ്പോൾ ബാലചന്ദ്രൻ അവളെ സ്നേഹത്തോടെ വിളിക്കുന്നു. എൻ്റെ പൊന്നുമോൾ ഇങ്ങോട്ടേക്ക് വന്നേ, വാ ഇരിക്ക് എന്നൊക്കെ പറഞ്ഞ് അലീനെ അവിടെ പിടിച്ചിരുത്തും. അലീന ചോദിച്ചു, ഇതെന്താ അച്ഛാ ഇന്ന് സ്പെഷ്യല്? അച്ഛനാണോ ഇതുണ്ടാക്കിയത്? ബാലചന്ദ്രൻ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, അതെ, ഇന്നത്തെ സ്പെഷ്യല് അച്ഛന് ഏറ്റവും ഇഷ്ടപ്പെട്ട ചമ്മന്തിയാണ്. അടുക്കളയിൽ വേറെ ആരും കയറിയിരുന്നില്ലേ എന്ന് അലീന ചോദിക്കുമ്പോൾ ബാലചന്ദ്രന്റെ മുഖത്ത് ഗൗരവം നിറഞ്ഞു. ഇപ്പൊ ആരും അടുക്കളയിൽ കയറുന്നില്ല. ഇനിയിപ്പോൾ നിന്റെ അമ്മ കയറി ഉണ്ടാക്കിയാലും നമ്മളത് കഴിക്കില്ല. അത് നമ്മൾ കാര്യമാക്കേണ്ട കാര്യം തന്നെയാണ്. ആ അഹങ്കാരിയുടെ അഹങ്കാരം ക്ഷമിക്കണമെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെ നിൽക്കണം. ഈ അടുക്കളയിൽ രണ്ടടുപ്പും വേണ്ട, ഒരടുപ്പ് മാത്രം മതി. അവളുടെയും ആങ്ങളുമാരുടെയും അഹങ്കാരം കുറക്കാൻ എനിക്ക് നന്നായിട്ടറിയാം. തുടർന്ന് ബാലചന്ദ്രൻ അലീനയോട് ഭക്ഷണം ചൂടാക്കി കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. ബബിതക്കും കുറച്ച് അഹങ്കാരം കൂടുതലാണ്. അത് മാറ്റാൻ വേണ്ടിയാണ് ഞാൻ അന്ന് ഭക്ഷണം ചൂടാക്കാൻ പറഞ്ഞത്. നിന്നെ കൊണ്ട് ഞാൻ ജോലി ചെയ്യിപ്പിക്കുകയല്ല, അവരെ ഒരു പാഠം പഠിപ്പിക്കാനാണെന്ന് ബാലചന്ദ്രൻ വിശദീകരിച്ചു. ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയ ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് അലീന ചോദിച്ചു, ഈ മോൾക്ക് ഒരു വായ തരാമോ? കഴിഞ്ഞ ദിവസം ഉണ്ടായ കൊച്ചല്ലേ ഞാൻ, കുഞ്ഞുങ്ങൾക്ക് അച്ഛനല്ലേ വാരി കൊടുക്കേണ്ടത്? അലീനയുടെ കുസൃതി കേട്ട് ബാലചന്ദ്രൻ ചിരിച്ചു. പെട്ടെന്ന് തന്നെ അലീന ബാലചന്ദ്രൻ്റെ കയ്യിൽ നിന്നും ചോറുരുള പിടിച്ചു വാങ്ങിച്ചു സ്വന്തം വായിലേക്ക് വെച്ചു. ഇത് കണ്ട് ബാലചന്ദ്രൻ സ്നേഹത്തോടെ അവളെ ശ്വാസിച്ചു. നിനക്ക് നാണമില്ലേടി? കെട്ടിച്ചു വിടാറായ പെണ്ണാണ് നീ, എന്നിട്ടാണോ കൊച്ചു കുട്ടികളെ പോലെ അച്ഛൻ്റെ കയ്യിൽ നിന്നും ഭക്ഷണം വാങ്ങി കഴിക്കുന്നത്? അലീനയുടെ മറുപടി ആരെയും ഉള്ളുലക്കുന്നതായിരുന്നു. ഞാൻ അച്ഛൻ്റെ കൊച്ചുകുട്ടിയല്ലേ. എൻ്റെ വലിയൊരു ആഗ്രഹമല്ലേ അച്ഛൻ്റെയും അമ്മയുടെയും കയ്യിൽ നിന്നും ചോറ് വാരി കഴിക്കുക എന്നത്, അവരുടെ കയ്യും പിടിച്ച് നടക്കുക എന്നത്, അവരുടെ കൂടെ കിടന്നുറങ്ങുക എന്നത്. ഇപ്പോൾ എൻ്റെ അച്ഛൻ അതെല്ലാം എനിക്ക് സാധിച്ചു തരുന്നില്ലേ? എൻ്റെ വലിയൊരു ആഗ്രഹം ഞാനിപ്പോൾ നേടി. ഇനി എനിക്ക് ഒരാഗ്രഹം കൂടിയുണ്ട്. എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്നും ഒരു ഉരുള ചോറ് അതെനിക്ക് വാങ്ങിക്കഴിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത് എന്ന് പറയും. അലീനയുടെ ആഗ്രഹം കേട്ടപ്പോഴേക്കും ബാലചന്ദ്രൻ്റെ മുഖം അങ്ങ് മങ്ങി. അയാൾ പറഞ്ഞു, മോളെ അലീനെ, അത് കിട്ടുമെന്ന് നീ വെറുതെ പ്രതീക്ഷിക്കണ്ട. അഹങ്കാരത്തിന് കയ്യും കാലും വെച്ചവളാണ് അവള്. അവളുടെ കയ്യിൽ നിന്നും ഒരു ഉരുള ചോറ് വാരിത്തരാനുള്ള യോഗ്യത വൈജയന്തിക്കില്ല. അഥവാ അവൾ തന്നാൽ തന്നെ ആ ചോറ് നിനക്ക് ദഹിക്കില്ല മോളെ. അത്രക്കും വിഷം നിറഞ്ഞ മനസ്സാണ് അവളുടേത്. അതുകൊണ്ട് ആ മോഹം നീ അങ്ങ് ഉപേക്ഷിച്ചേക്ക്. അച്ഛൻ്റെ വാക്കുകൾ അലീനയെ വേദനിപ്പിച്ചുവെങ്കിലും അച്ഛൻ്റെ സ്നേഹം ലഭിച്ചതിൽ അവൾ അതീവ സന്തോഷത്തിലായിരുന്നു. പിന്നീട് കാണിക്കുന്നത് വൈജയന്തിയും മക്കളായ ബബിതയും രോഹിത്തും ചേർന്ന് അലീനക്കെതിരെ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതാണ്. എങ്ങനെയെങ്കിലും അലീനയെ ആ വീട്ടിൽ നിന്നും പുറത്താക്കുക എന്നത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. അതിനായി വളരെ തരം താന്ന ചീപ്പായ യന്ത്രങ്ങളാണ് അവർ മെനയുന്നത്. ഇത് കേട്ടുകൊണ്ട് അവിടേക്ക് വരുന്ന കൃഷ്ണമോൾ ദേഷ്യപ്പെടുന്നു. അവൾ അമ്മയോട് കയർത്തു, അമ്മക്ക് നാണമില്ലേ? അമ്മയുടെ സ്വഭാവം എന്താ ഇങ്ങനെയായിപ്പോയത്? ഒരുമാതിരി തരം താന്ന സ്ത്രീകളെ പോലെ. അമ്മക്ക് വേറെ പണിയൊന്നുമില്ലേ? ആ അലീന ചേച്ചി അമ്മയോട് എന്ത് തെറ്റാണ് ചെയ്തിട്ടുള്ളത്? ബബിത ചേച്ചിക്കും രോഹിതേട്ടനും ഇതൊക്കെ കേട്ട് നിൽക്കാൻ എങ്ങനെ തോന്നുന്നു? നിങ്ങളും ഈ അച്ഛൻ്റെ മക്കൾ തന്നെയല്ലേ? കൃഷ്ണമോളുടെ ചോദ്യം ബബിതയെ പ്രകോപിപ്പിച്ചു. ബബിത പറഞ്ഞു, ദേ കൃഷ്ണമോളെ, നിനക്ക് അവളോട് വലിയ സ്നേഹമായിരിക്കും. പക്ഷേ നീ ഒരു കാര്യം ഓർക്കണം,
ഈ കുടുംബം ഇങ്ങനെയാവാൻ കാരണം അവൾ മാത്രമാണ്. അച്ഛൻ്റെ സ്നേഹം പകുത്തു കൊടുക്കുന്നതിൽ നിനക്ക് കുഴപ്പമില്ലായിരിക്കും. പക്ഷേ എനിക്കും രോഹിത്തിനും അത് സമ്മതിക്കാനൊരിക്കലും പറ്റില്ല. ഞങ്ങൾക്ക് കിട്ടേണ്ട സ്വത്തും അവകാശവും വേറൊരാൾക്ക് പങ്കിട്ട് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. അവൾ നമ്മുടെ അമ്മയുടെ വയറ്റിൽ നിന്നും പിറന്നവളൊന്നും അല്ലല്ലോ. ബബിതയുടെ ഈ വാക്ക് കേട്ടപ്പോൾ കൃഷ്ണമോൾക്ക് വല്ലാതെ വേദനിച്ചു. സത്യം അറിയാവുന്ന അവൾക്ക് നമ്മൾ 4 പേരും ഒരേ അമ്മയുടെ മക്കളാണെന്ന് ഉറക്കെ വിളിച്ചു പറയാൻ കഴിയാത്ത നിസ്സഹായാവസ്ഥയിലായിരുന്നു. അത് പറയാൻ പറ്റാത്തതിൻ്റെ വീർപ്പുമുട്ടലിൽ അവൾ പറഞ്ഞു, ഇതിനൊക്കെ നിങ്ങൾ അനുഭവിച്ചേ തീരൂ. പ്രത്യേകിച്ചും അമ്മ ഒന്നും അറിയാതെയാണ്, അറിവില്ലായ്മ കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇത് കേട്ട് വൈജയന്തി പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു. ഓ, അറിവുള്ളത് നിന്റെ അച്ഛനാണല്ലോ. നീ നിന്റെ അച്ഛൻ്റെ ബുദ്ധി വെച്ച് ആലോചിച്ചു നോക്ക്. നിനക്ക് കിട്ടേണ്ട സ്നേഹവും സ്വത്തും എവിടെ നിന്നോ വന്ന ഒരുത്തിക്ക് വേണ്ടി കൊടുക്കേണ്ട കാര്യമുണ്ടോ? അവൾ നിന്റെ അച്ഛൻ്റെ മകളാണ് പോലും. അതിനെന്താ ഉറപ്പ്? എവിടെ നിന്നോ വലിഞ്ഞു കയറി വന്ന ഏതോ ഒരുത്തിക്കുണ്ടായവള്. വൈജയന്തിയുടെ വാക്കുകൾ അലീനയുടെ ജനനത്തെ പോലും ചോദ്യം ചെയ്യുന്നതായിരുന്നു. അമ്മയുടെ ഈ അതപ്പതിച്ച സംസാരം കേട്ട് കൃഷ്ണമോൾക്ക് സഹിക്കാനായില്ല. അമ്മ ഒന്ന് നിർത്തുന്നുണ്ടോ? അമ്മ വീണ്ടും വീണ്ടും വില കുറഞ്ഞ വർത്തമാനം പറയരുത്. ഇത് അമ്മക്ക് തന്നെയായിരിക്കും ദോഷം ചെയ്യുന്നത്. അവസാനം സത്യമെല്ലാം അറിയുമ്പോൾ അമ്മ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും. വൈജയന്തി അപ്പോഴും വിട്ടുകൊടുക്കാനൊന്നും തയ്യാറായില്ല. ഇതിൽ കൂടുതൽ എന്തറിയാനാണ്? എനിക്കെല്ലാം അറിയാം. നീ നിന്റെ പാട്ടിന് പോയിക്കോ. ഞാനും ബബിതയും രോഹിത്തും തീരുമാനിക്കുന്നത് പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കും. നീ അലീനയുടെ കൂടെ പോവാനാണ് ഉദ്ദേശമെങ്കിൽ പോയിക്കോ. ഇവിടെ നിന്നും കൂടുതൽ ഷോ കാണിക്കാൻ നിൽക്കണ്ട. നീ നിന്റെ അച്ഛൻ്റെ കൂടെ തന്നെ നിന്നോ. ഞാൻ വെച്ച കാലം ഏതായാലും പിന്നോട്ടില്ല. വൈജയന്തി സ്വന്തം മകളായ കൃഷ്ണമോളെ പോലും വെല്ലുവിളിച്ചു. എന്നാൽ അമ്മയോട് പറഞ്ഞിട്ടും സംസാരിച്ചിട്ടും തർക്കിച്ചിട്ടും യാതൊരു കാര്യവുമില്ല എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകുന്ന കൃഷ്ണമോളെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.